സഖാക്കളെ, സഖാവ് ധീരജ് രാജേന്ദ്രൻ്റെ മൂന്നാമത് രക്തസാക്ഷി ദിനത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷം ഹൃദയപക്ഷം വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ അനുസ്മരണ യോഗത്തിൽ എന്നെ ക്ഷണിച്ചതിൽ ആദ്യം തന്നെ നിങ്ങളോട് നന്ദി അറിയിക്കട്ടെ. സഖാവ് ധീരജ് രാജേന്ദ്രൻ്റെ മൂന്നാമത് രക്തസാക്ഷി ദിനത്തിന് ഇന്ന് തളിപ്പറമ്പിൽ വെച്ച് ആയിരക്കണക്കിന് വിദ്യാർത്ഥി പങ്കാളിത്തത്തോടുകൂടി SFIയുടെ സംസ്ഥാന സെക്രട്ടറി വിദ്യാർത്ഥി പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും സഖാവ് ധീരജ് രാജേന്ദ്രൻ്റെ മാതാപിതാക്കളും സഹോദരനും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള അനുസ്മരണ പൊതുയോഗവും സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. നമുക്കറിയാം, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സുദീർഘമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് SFI. 1970 രൂപീകരിക്കപ്പെട്ട സംഘടന 54 വർഷം പൂർത്തീകരിച്ച് ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ 35 രക്തസാക്ഷികളുടെ ജീവൻ പകരമായി കൊടുക്കേണ്ടി വന്നു എന്ന ദുഃഖകരവും പ്രതിഷേധാർഹവും അതോടൊപ്പം അപലപനീയവുമായിട്ടുള്ള സാഹചര്യങ്ങളും രാഷ്ട്രീയ പ്രത്യാക്രമണങ്ങളും നേരിട്ടു എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെ രൂപീകരിക്കപ്പെട്ട സംഘടനയും അത് മുന്നോട്ട് വെച്ച ആശയങ്ങളും അത്യധികം നിലനിൽക്കുന്ന സാമൂഹിക സാഹചര്യവും നിലനിൽക്കുന്ന അസമത്വങ്ങൾക്കും അതോടൊപ്പം നിലവിലുള്ള രാജ്യത്തെ ഭരണം കൈകാര്യം ചെയ്യുന്ന വർഗീയവാദത്തിനും തെറ്റായ ദുഷ്ചെയ്തികൾക്കുമെല്ലാമുള്ള നിലപാടാണ് SFI ഉയർത്തിപ്പിടിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് മുഴുവൻ വലതുപക്ഷവും വർഗീയവാദികളും ചേർന്ന് ഈ 54 വർഷങ്ങൾക്കിടയിൽ 35 സഖാക്കളുടെ രക്തസാക്ഷിത്വങ്ങൾ അതോടൊപ്പം അവരുയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുമെന്ന ബോധ്യത്താൽ വിവിധ കാലഘട്ടങ്ങളിൽ ബ്രണ്ണൻ കോളേജിൽ തുടങ്ങി ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് വരെ നീണ്ടുനിന്ന ആ കലാലയ പരമ്പരകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിൻ്റെ ഇടതുപക്ഷ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പൊതുബോധ്യമായി വളർന്നു വന്ന SFIയെ ഇല്ലാതാക്കാനുള്ള നിരന്തരമായ പ്രവണതകളായിരുന്നു. ആ പ്രവണതയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് 3 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം ഉണ്ടായത്. തിരഞ്ഞെടുപ്പ് ദിവസം അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണാൻ തുടങ്ങുന്ന ഇടവേളയിൽ ഭക്ഷണം കഴിക്കാനായി കോളേജിൻ്റെ പുറത്തേക്ക് പോവുകയായിരുന്ന ധീരജിനെ ആ ക്യാമ്പസിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും തൻ്റെ വിദ്യാഭ്യാസവും തൻ്റെ സാംസ്കാരിക മേഖലയിലെ സർഗാത്മക മേഖലയിലെ ഇടപെടലുമെല്ലാം തൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി അഭിരുചിയുടെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്ന മാതൃകാപരമായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ യാതൊരു കാരണവുമില്ലാതെ, മുൻ പ്രകോപനങ്ങളൊന്നും തന്നെ ഇല്ലാതെ, ഒരു ലാഞ്ചനയുമില്ലാതെ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ക്രിമിനൽ സംഘം ക്യാമ്പസിൻ്റെ ഉള്ളിൽ വെച്ച് ഒറ്റക്കുത്തിന് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ ഹീനമായ പ്രവൃത്തിയെ നമ്മൾ കേരളം ഒന്നാകെ അന്ന് അപലപിക്കുകയും അതിനെതിരെ ശക്തമായ പ്രതിഷേധവും കേരളത്തിലെ കലാലയങ്ങളിൽ വലതുപക്ഷം കാലാകാലങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കൊലപാതക പരമ്പരകളെ, ഈ അക്രമത്തെ ഏതു വിധേനയും ചെറുക്കണം, മറികടക്കാൻ സാധിക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം കേരളത്തിലെ സാംസ്കാരിക മേഖലയും കേരളം ഒട്ടാകെയും എന്ന നിലപാടുമായി SFI അന്ന് രംഗത്ത് വന്നു. എന്നാൽ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, കേരളത്തിലെ KPCCയുടെ നേതൃത്വവും മുഖ്യപ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന അതിൻ്റെ നേതൃത്വവുമെല്ലാം ആ കൊലപാതകം ആവശ്യമായിരുന്നു എന്നും ആ കൊലപാതകം തീർച്ചയായും ഞങ്ങൾക്ക് ധൈര്യം പകരുന്നതാണെന്നുമുള്ള ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവനകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ധീരജിൻ്റെ കൊലപാതകത്തിന് ശേഷവും ധീരജിൻ്റെ കുടുംബം ഏറ്റുവാങ്ങേണ്ടി വന്നത്. കേവലപരമായി യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പ്രാദേശിക നേതാക്കന്മാരായിരുന്ന നിഖിൽ പൈലിയും കൂട്ടരും ആ കൊലപാതകത്തിന് ശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ ഔട്ട്റീച്ച് സെല്ലിൻ്റെ കൺവീനറായും സംസ്ഥാന ചുമതലയുള്ള നേതാവായും
അതിൻ്റെ KSUവിൻ്റെ പ്രാദേശിക നേതാക്കന്മാരായി കൂട്ടുപ്രതികളായിരുന്ന 2-3 പ്രതികൾ KSUവിൻ്റെ ജില്ലാ ഭാരവാഹികളും ആവുന്ന കാഴ്ചയുമാണ് നമ്മൾ കണ്ടത്. ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വമെന്നും ധീരജ് എന്ന വ്യക്തിയെ നിരന്തരമായി അധിക്ഷേപിച്ചും അയാൾ കുറ്റവാളിയാണെന്നും ആവർത്തിച്ചുമുള്ള വസ്തുതാവിരുദ്ധമായുള്ള നുണപ്രചരണങ്ങൾക്കും കേരളത്തിലെ വലതുപക്ഷം, കോൺഗ്രസ്, KSU സംഘങ്ങൾ പിന്നീട് നേതൃത്വം കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ മുഖമായി ജിഹ്വയായി കെ സുധാകരനും VD സതീശനുമെല്ലാം മാറുന്ന കാഴ്ചയും ഏറെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കണ്ടത്. എന്നാൽ സഖാവ് ധീരജിൻ്റെ രക്തസാക്ഷിത്വത്തെ നിരന്തരമായി അപമാനിച്ച യൂത്ത് കോൺഗ്രസ്, KSU നേതൃത്വത്തെയോ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന അവരുടെ പ്രവണതയോ ചോദ്യം ചെയ്യാൻ മുഖ്യധാര ഇടതുപക്ഷവും SFIയും അല്ലാതെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും മുന്നോട്ട് വരാത്ത കാഴ്ചയും നമ്മൾ കാണുകയാണ്. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവത്തിൻ്റെ ഭാഗമായുള്ള ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കാനുള്ള നിരന്തരമായ ശ്രമവും ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുകയാണ്. സഖാവ് ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തുന്നത് വഴി കേരളത്തിലെ പൊതുബോധമായി മാറിയിട്ടുള്ള SFIയുടെ രാഷ്ട്രീയവും വിദ്യാർത്ഥി ഹൃദയങ്ങളിലുള്ള അതിൻ്റെ സ്വീകാര്യതയും ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ള തെറ്റായ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായാണ് നിരന്തരം ഈ അക്രമങ്ങൾക്കും അതിനുശേഷമുള്ള ഈ ദുരാരോപണങ്ങൾക്കും അവർക്ക് ധൈര്യം പകരുന്നത്. എന്നാൽ ഇവയൊന്നും സത്യത്തിൻ്റെ കണിക പോലുമില്ലാത്ത ഈ വസ്തുതാവിരുദ്ധമായുള്ള അവരുടെ പ്രചണ്ഡ പ്രചരണങ്ങളെ അതുപോലെ TRP റേറ്റിങ്ങിൻ്റെ പേരിലും വലതുപക്ഷം തങ്ങളെ പിന്തുണക്കുന്നു. വലതുപക്ഷ സമൂഹത്തിൻ്റെ കോർപ്പറേറ്റ് മാധ്യമ രംഗത്തിൻ്റെ ഇന്നത്തെ സർക്കസ് കളികളുടെ ഭാഗമായി വാർത്താ മാധ്യമങ്ങളുടെ സാമാന്യ മര്യാദ പോലും ലംഘിച്ചുകൊണ്ട്, സകല സീമകളും ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുടെ ഏറ്റവും വികലമായ മുഖങ്ങളാണ് ഈ കാലയളവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഖാവ് ധീരജ് കൊല്ലപ്പെട്ട കാലം തൊട്ട് ഈ കാലഘട്ടം വരെയും അത് യഥേഷ്ടം ഓരോ ദിവസവും വികൃതമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുകയാണ്. വലതുപക്ഷ ജീർണത കോൺഗ്രസിൻ്റെ സംഘടനാപരമായിട്ടുള്ള ജീർണതയും അതോടൊപ്പം നിലപാടില്ലായ്മയും അതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന RSS വൽക്കരണവും അതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടില്ലായ്മയും എല്ലാം നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഇന്ന് കേരളത്തിൽ പിടിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളാണ്. ആ രാഷ്ട്രീയ പാർട്ടിയെ പിടിച്ചു നിർത്താൻ മാധ്യമങ്ങൾ നിരന്തരമായി കണഞ്ഞു പരിശ്രമിക്കുമ്പോഴും തെറ്റായ നിലപാടുകളും അക്രമ വാഴ്ചയും അതിൻ്റെ ജീർണതയും വീണ്ടും വീണ്ടും മറനീക്കി പുറത്തു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സഖാവ് ധീരജ് രാജേന്ദ്രൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ആ ആശയങ്ങളുമായി പുലബന്ധമില്ലാത്തതാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ആശയമാണ്. മുഴുവൻ വിദ്യാർത്ഥികളെയും മുഴുവൻ മനുഷ്യരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന മാനവിക ബോധ്യത്തിൻ്റെ രാഷ്ട്രീയമാണ് സഖാവ് ധീരജ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടായിരിക്കാം RSSനും കോൺഗ്രസിനും ഇന്നൊരേ ഭാഷയായി കാര്യങ്ങൾ മാറുന്നത്. ഫാസിസ്റ്റുകളുടെ ചെറിയ രൂപങ്ങളായി, ചില പിത്തലാട്ടങ്ങളായി കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അതിൻ്റെ മുഖങ്ങളായി മാറാനുള്ള കാരണവും സമീകരിക്കപ്പെടുന്നതും അതായിരിക്കാം എന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ആ നിലയിൽ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് സാംസ്കാരികവും അതിൻ്റെ മതനിരപേക്ഷ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ട ഏക ഉത്തരവാദിയായി കേരളത്തിലെ മുഖ്യധാര ഇടതുപക്ഷം മാറിയതായി ഉള്ളൊരു സാമൂഹിക വ്യവസ്ഥിതി കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് കൂടുതൽ ഉത്തരവാദിത്തങ്ങളാണ് ഈ കാലയളവിൽ നമുക്ക് നൽകിയിരുന്നത്. ആ ഉത്തരവാദിത്തങ്ങളെ ഏറിയ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളായി ആലേഖനം ചെയ്തുകൊണ്ട് കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. രക്തസാക്ഷി ബോധ്യങ്ങൾ ചരിത്രത്തിൽ എവിടെയും നാം പരിശോധിച്ചാൽ അത് മാനവ മോചന മുദ്രാവാക്യങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒന്നായി തീർന്നിട്ടുണ്ട്. അത് ഭൂലോകത്ത് നടന്ന ഏത് സമരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്കെടുത്ത് പരിശോധിക്കാൻ കഴിയുന്നതാണ്. അത്തരത്തിലുള്ള ഒരു വലിയ മാറ്റത്തിന്, സാമൂഹ്യ മാറ്റത്തിനും അത് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ബോധ്യങ്ങൾക്കും കൂടുതൽ തെളിമ പകരുന്ന തരത്തിലുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ് ഓരോ രക്തസാക്ഷിത്വങ്ങളും അടുത്ത തലമുറക്ക് കൈമാറിയിട്ടുള്ളത്. സഖാവ് ധീരജ് കൈമാറിയിട്ടുള്ളതും അത്തരത്തിലുള്ളൊരു ബോധ്യമാണ്. അത്തരത്തിൽ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കെല്ലാം മറുമരുന്ന് മതനിരപേക്ഷതയും നാം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയവുമാണെന്ന ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉയർന്ന ഉത്തരവാദിത്തമാണ് നിലനിൽക്കുന്നത്. എന്നാൽ അതേ ഘട്ടത്തിൽ തന്നെ നമുക്കെതിരെ ശക്തമായ പ്രചരണവും അതോടൊപ്പം പണക്കൊഴുപ്പിൻ്റെയും
മൂലധന താൽപര്യങ്ങളുടെയും ഭാഗമായുള്ള സ്വത്വബോധത്തിൻ്റെയും മറ്റ് മതവർഗീയവാദ ശക്തികളുടെയും എതിർപ്പും അതേ ഘട്ടത്തിൽ നാം ഏറ്റുവാങ്ങുന്നുണ്ട്. ഇവയെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവയെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യങ്ങൾക്ക് നമുക്ക് കൂടുതൽ കരുത്തു പകരാൻ കഴിയേണ്ടതുണ്ട്. രാജ്യത്ത് നിലനിൽക്കുന്ന സർക്കാരും അതിൻ്റെ പൊതുനയവും ജനവിരുദ്ധവും അത്യധികം പ്രഹരശേഷിയും അപകടകരവുമായുള്ള പ്രത്യയശാസ്ത്രവുമാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഇതിന് ബദലുയർത്താനോ ഇതിനെ മയപ്പെടുത്തി ജനാധിപത്യ ശക്തികൾക്കും അതോടൊപ്പം മതനിരപേക്ഷ ശക്തികൾക്കും ഇന്ത്യയിൽ സ്ഥാനം വളർത്തിയെടുക്കാൻ ആവശ്യമായ ഇടപെടലോ നടത്താൻ കഴിയാതെ ദുർബലപ്പെടുന്ന ഒരു പ്രത്യയശാസ്ത്ര ബോധ്യമായോ അതിനപ്പുറത്തേക്ക് ഒരാൾക്കൂട്ടമായോ കോൺഗ്രസ് മാറിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെയൊക്കെ ബാധകമായാണ് ഇത്തരത്തിൽ സഖാവ് ധീരജനെ ഉൾപ്പെടെ കൊലപ്പെടുത്തുമ്പോഴും അതിൽ അപലപിക്കാൻ പോലും മനസ്സില്ലാത്ത KPCCയുടെ പ്രസിഡന്റുമാരും അതിനെ അഭിമാനകരമായ പ്രവണതയായും പ്രവൃത്തിയായും കാണുന്ന പ്രതിപക്ഷ നേതാക്കന്മാരും ഉണ്ടാകുന്നത്. ഇത് കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾക്കോ അതിൻ്റെ പ്രത്യയശാസ്ത്ര ധാരണകൾക്കോ ഒരടിത്തറയും നൽകുന്നതല്ല, മറിച്ച് പൂർണ്ണമായും വിരുദ്ധമായതും RSS രാഷ്ട്രീയത്തിന്, ഫാസിസ്റ്റ് ബോധ്യത്തിന്, മനുഷ്യരെ അപായപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള ഫാസിസ്റ്റ് ബോധ്യങ്ങളുടെ കരുത്തുപകരൽ കൂടിയാണ്. അതിന് കൂടുതൽ തെളിവ് നൽകുന്നതും ശരിവെക്കുന്നതുമായിട്ടുള്ള ബോധ്യമാണ് ഇന്ന് കോൺഗ്രസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവയെ മറികടക്കാൻ വർഗ ഐക്യവും ജനാധിപത്യ ശക്തികളുടെയും അതിൻ്റെ മുന്നോട്ട് പോക്കിനും വേണ്ടിയുള്ള നിരന്തരമായ ഇടപെടലാണ് ആവശ്യമെന്ന തിരിച്ചറിവിൽ നിന്നാണ് CPM പോലെ ഇന്ത്യയിലെ ലക്ഷണമൊത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഏതു വിധേനയും ഇന്ത്യയിലെ അധികാരത്തിൽ നിന്ന് സംഘപരിവാർ പുറത്തു പോകണമെന്നും അതിന് ഏതറ്റം വരെയും ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികളോടൊപ്പം യോജിച്ച് നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന പ്രഖ്യാപനം ഇന്ത്യയിലെ മുഖ്യധാര ഇടതുപക്ഷം സംഘടിപ്പിച്ചതും അത് നിരന്തരമായി അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതുപോലെ അക്രമങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നും ഇനിയും തെരുവിൽ ചോര ചീന്തേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇന്നും ഇന്ത്യയിൽ ഇടതുപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജൽപ്പനങ്ങളില്ല, അനാവശ്യ പ്രതിവാദങ്ങളില്ല, കൃത്യമായി രാഷ്ട്രീയത്തെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ വർഗ ഐക്യത്തിന് സാധ്യമാകുന്ന ഒരു നിലമൊരുക്കാനുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയിൽ നേതൃത്വം കൊടുക്കും എന്നുള്ള ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള മുദ്രാവാക്യമാണ് ഈ കാലയളവിൽ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷം ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് ഇനിയും ഏറെ വെല്ലുവിളികൾ കടന്നു വരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ ശക്തമത്തായി ഇനിയും നുണക്കഥകളുടെയും അക്രമങ്ങളുടെയും ഒരു ശരമായി തന്നെ നമുക്കെതിരെ വരുമെന്ന് തിരിച്ചറിഞ്ഞു കൂടുതൽ ശക്തമത്തായി നമ്മുടെ രാഷ്ട്രീയത്തിന് വേണ്ടി, നമ്മുടെ പാർട്ടിക്ക് വേണ്ടി, അതിലെ വർഗബഹുജന മുന്നണികൾക്ക് വേണ്ടി ഒന്നിച്ചൊന്നായി മുന്നോട്ട് പോകാമെന്നും സഖാവ് ധീരജ് രാജേന്ദ്രൻ്റെ ഓർമ്മകൾ കൂടുതൽ കരുത്ത് ഈ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് പകരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ചെറിയ തിരക്കുകൾ ഉള്ളതുകൊണ്ട് ഈ ചുരുങ്ങിയ സമയത്ത് ഇന്ത്യയുടെയും പൊതുവിലുള്ള രാഷ്ട്രീയത്തെ തൊട്ടുതലോടി പോകാൻ കഴിഞ്ഞു എന്ന വിശ്വാസത്തിൽ ഈ അനുസ്മരണ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സമയം കുറഞ്ഞു പോയതിൽ ക്ഷമിക്കണം. ചില അസൗകര്യങ്ങൾ വന്നുപെട്ടതിനാലാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുഴുവൻ പേരെ അഭിവാദ്യം ചെയ്ത് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.